ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, ഈ വോയിസ് ഇടുന്നത്. ഞാൻ ഇന്നലെ സാറിനെ ഞാൻ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പ്രസിദ്ധോമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആധാറുമായി ബന്ധപ്പെട്ട് എൻ്റെ വലിയ വിഷയമായിരുന്നു. എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിരുന്നു, പേരിൽ ഇനിഷ്യൽ തെറ്റായിരുന്നു. അപ്പോൾ അക്ഷയയിൽ പോയപ്പോൾ അതൊന്ന് പഴയ SLC ബുക്കാണ് എനിക്കുള്ളത്, അത് വെച്ച് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനത് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. എനിക്ക് പറഞ്ഞു തന്ന മെത്തേഡ് 12 മെത്തേഡ് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അത് ചെയ്തു. ഞാൻ നല്ലോണം പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചു. ഇന്നലെ മിനിങ്ങാന്നാണ് ഞാൻ അത് അയച്ചത്, ആധാറിൻ്റെ കാര്യം. ഇന്നലെ ഫുള്ള് ഞാൻ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞ് ഞാൻ ഫോണ് പോയി നോക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആധാറിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞുള്ള മെസ്സേജ് ഞാൻ കണ്ടു. ഞാൻ കരഞ്ഞു പോയി. അന്നേരം ഞാനൊരു 100 നന്ദി പ്രപഞ്ചശക്തിക്കും സാറിനും ഞാൻ പറഞ്ഞു, ഒരുപാട് നന്ദി പറഞ്ഞു. ഇന്ന് ഞാനിപ്പോൾ പോയി ആ ആധാറിൻ്റെ പേപ്പറുകൾ എടുത്ത്, എൻ്റെ പാൻ കാർഡിലും കുറച്ച് ഇനിഷ്യൽ തിരുത്താനുണ്ട്, അത് ഞാൻ കൊടുത്തിട്ട് വന്ന് എൻ്റെ വീട്ടിൽ കയറി ഇരുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് വിടുന്നത്. എനിക്ക് അത്രയ്ക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് നടന്നത്. അതിൻ്റെ നന്ദി എത്ര സാറിനോട് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. സത്യമായിട്ട് ഞാൻ എൻ്റെ ചങ്കിൽ തൊട്ടാണ് പറയുന്നത്. പ്രപഞ്ചശക്തിയോടും സാറിനോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഫൈൻ അടയ്ക്കാനൊക്കെ വന്ന് കിടക്കുകയാണ്. ആധാറും പാൻ കാർഡും ലിങ്ക് അല്ലാത്തതുകൊണ്ടൊക്കെ. അപ്പോൾ ഇത് രണ്ടും റെഡിയാക്കിയത് എൻ്റെ കാര്യം ശരിയാവുള്ളൂ. എനിക്ക് സർവീസിന് വിരമിക്കാനായിട്ടുണ്ട്, പെൻഷൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് വലിയൊരു കാര്യം നടന്നു കിട്ടി. പിന്നെ എനിക്ക് രണ്ടാമത്തെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, അത് ഭയങ്കര കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന, ഞാൻ 2020 മെഡിറ്റേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഒരു 9 സെൻറ്റ് സ്ഥലം എനിക്ക് ഞങ്ങൾക്ക് വന്നു ചേരണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ് ഇന്നലെയായിട്ട് മെഡിറ്റേഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് അത് ഞങ്ങൾക്ക് അതിശയം പോലെ ഇന്നലെ ബ്രോക്കർ വന്നു, അത് കച്ചവടമാക്കി. ഇപ്പോൾ എഗ്രിമെൻ്റ് എഴുതിയിട്ടില്ല, നാളെയോ മറ്റന്നാളോ എഗ്രിമെൻ്റ് എഴുതും. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ബാധ്യത ഒന്നും വരാണ്ട് എനിക്ക് അത് വന്നു ചേരാൻ വേണ്ടി സാറിൻ്റെ അനുഗ്രഹം വേണം. തുടർന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മുമ്പോട്ട് ഞാൻ പ്രാർത്ഥനയിലുണ്ട്. ഇതെല്ലാം നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുന്ന വിശ്വാസമുണ്ട്. ഞാൻ പ്രപഞ്ചശക്തിയെ വിശ്വസിക്കുന്നു.